പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കാണുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് മാനസയ്ക്ക്. ഇതേ തുടർന്ന് മാനസ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു നിൽക്കുന്നു. എന്നെ ആർക്കും വേണ്ടേ എന്നുള്ള ചോദ്യവും പുറത്തേക്ക് വരികയാണ് മാനസയുടെ മനസ്സിൽ. ഇതേ തുടർന്ന് മാനസ കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇതിൻ്റെ ഭാഗമായി കൺമണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. കൺമണിയോട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് മാനസ. പക്ഷേ മാനസ മേഡം വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാനസ മേഡം വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാനസ മേഡം ചിന്തിച്ചു കൂട്ടേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിനക്കാണ് ഇപ്പോൾ ഇവിടെ എല്ലാ സ്ഥാനമാനങ്ങളും ലഭിക്കുന്നത്. മാത്രവുമല്ല, നീ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ദേവ്ജി വരെ വന്നിരിക്കുകയാണ്. നിന്നെയാണ് ദേവ്ജിക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത്. അതുമാത്രമല്ലാതെ എനിക്കിപ്പോൾ കൃഷിന്റെ കാര്യത്തിലും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ക്രിഷ് സാറും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വീണ്ടും പറയുന്നതിനായി കൺമണി ശ്രമിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി കൺമണിയുടെ കഴുത്തിൽ താലി കാണാനിടയാകുന്നത്. ഇതോടെ എന്തിനാണ് ഈ താലി എന്നും ആരാണ് ഈ താലി കെട്ടിത്തന്നത് എന്നുമുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് കൺമണിയോട് മാനസ. ഇതോടെ താലി മറച്ചു വെക്കുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്നതിന് കൺമണി ശ്രമിക്കുന്നു. കൺമണിയോട് എനിക്ക് കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മാനസ എന്നെ വെറുമൊരു മണ്ടിയായി കാണരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോസും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും എന്നെയൊരു മണ്ടിയായിട്ടാണ് നീ കാണുന്നത് എങ്കിൽ അത് നിന്റെ വെറും തെറ്റിദ്ധാരണയായി പോയി എന്ന് അറിയിച്ചതിനെ തുടർന്ന് മേഡം വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ ക്രിഷ് സാറിനെ പ്രണയിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെയാണ് എങ്കിൽ നീയൊരു കാര്യം ചെയ്യണം. ഈ താലി പൊട്ടിച്ചെറിയണം. അതും എൻ്റെ മുന്നിൽ വെച്ച്. നിനക്കത് ചെയ്തു കാണിക്കാൻ സാധിക്കുമോ? നീ അങ്ങനെ ചെയ്തു കാണിക്കുകയാണ് എങ്കിൽ നീ പറഞ്ഞത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം. നീ പൊട്ടിച്ചു കാണിക്കേ. ഇതോടെ അതിന് സാധിക്കില്ല എന്നുള്ള മറുപടി എങ്ങനെയാണ് പറയുക എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് കൺമണി. എന്തു ചെയ്യും? എനിക്ക് കെട്ടിത്തന്ന ഈ താലി എന്തൊക്കെ സംഭവിച്ചാലും ഊരിക്കളയാൻ എനിക്ക് സാധിക്കുകയില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എങ്ങനെ മാനസ മേഡത്തോട് കാര്യങ്ങൾ പറയും? ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മാനസ കൈകൊണ്ട് ആ താലി കൺമണിയുടെ കഴുത്തിൽ നിന്ന് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് മാനസയെ ഞെട്ടിച്ചുകൊണ്ട് കൺമണി കൈക്ക് കയറി പിടിക്കുന്നത്. മാനസ മേഡം, വേണ്ട, എൻ്റെ കഴുത്തിൽ തൊട്ടുള്ള കളികളൊന്നും വേണ്ട എന്നുള്ള കാര്യം പറയുകയാണ് കൺമണി. ആ താലി എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതങ്ങനെ പൊട്ടിച്ചു കളയാൻ ആരെ കൊണ്ടും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് മാനസയ്ക്ക്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ അത്ര നിസ്സാരമായി കൺമണി കാണുന്നില്ല എന്നും നിസ്സാരമായി കൺമണിയെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കൺമണിയെ. പക്ഷേ കൺമണിയാകട്ടെ ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുകയില്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ ആകെ നാണം കെട്ടു പോവുകയാണ്
കൺമണിയുടെ മുന്നിൽ മാനസ ഉടൻ തന്നെ അവിടെ നിന്ന് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മാനസ ആൻറ്റിയമ്മയെ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ്. ആൻറ്റിയമ്മയോട് എന്നെ കൺമണി ചതിച്ചിരിക്കുകയാണ് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. അവളുടെയും കൃഷിൻ്റെയും വിവാഹം കഴിഞ്ഞു. ആ കാര്യം എല്ലാവരിൽ നിന്നും അവൾ വിദഗ്ധമായി മറച്ചു വെക്കുകയായിരുന്നു. ഇതെല്ലാം അറിയാതെ അവളെ വിശ്വസിച്ച് മുന്നോട്ട് പോയ നമ്മളാണ് മണ്ടന്മാർ. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മയും ആകെ ഞെട്ടിപ്പോയി. എന്ത്, ഞാൻ കേട്ടത് സത്യം തന്നെയാണോ? അതെ ആൻറ്റിയമ്മ, അവൾ വിവാഹിതയാണ്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് മറ്റാരുമല്ല, നമ്മുടെ കൃഷി തന്നെ. അതിനുള്ള തെളിവുകളും കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. വെറുതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുകയില്ല എന്നുള്ള കാര്യം ആൻറ്റിയമ്മയ്ക്കും അറിയാവുന്നതല്ലേ. ഇത് കേട്ടതിനെ തുടർന്ന് ഈ ചതി ഒരിക്കലും പൊറുക്കാൻ സാധിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കുകയാണ് ആൻറ്റിയമ്മ. ഇതിനൊരു പ്രതിവിധി കണ്ടേ തീരൂ, തിരിച്ചടി കൊടുത്തേ തീരൂ എന്ന് തീരുമാനം എടുത്തുകൊണ്ട് ആൻറ്റിയമ്മ കൃഷിൻ്റെ മുന്നിലേക്ക് വരികയാണ്. കൃഷിനോട് നീ കൺമണിയെ താലി കെട്ടിയോ എന്ന് ചോദിക്കുകയും മാനസയെ ചതിക്കുകയായിരുന്നോ എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് മാനസയെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം തുറന്ന് അറിയിക്കുകയാണ് കൃഷ്. ഈ കാര്യം ഒരുപാട് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതിനെനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനസയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടവുമല്ല. മാത്രവുമല്ല, ഞാൻ കൺമണിയെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞു. അവളെ ഞാൻ താലി കെട്ടിയത് തന്നെയാണ്. ഈ കാര്യം സാഗറിനെയും വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.